ഈ വർത്താനം പറഞ്ഞ് ഞാൻ ആ ചായ ഗ്ലാസ് നിലത്തോട്ട് വെച്ചതേ ഓർക്കണുള്ളൂ. പിന്നെ ഇതാണ് അവിടെ സംഭവിച്ചത്. സത്യം പറഞ്ഞ് എനിക്ക് അങ്ങ് ഡിപ്രഷനായി പോയി. ഞാനിവിടെ 12 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് ഇത്രയും ചായ തരേണ്ട കാര്യമുണ്ട്? എന്തോരം ചായയാണ് ഇതൊക്കെ? ആര് കുടിച്ചു തീർക്കാനാണ്? അവന്റെ ഒരു കോണച്ച കോമഡി. 20 ചായ ഒറ്റ ദിവസത്തിനുള്ളിൽ കുടിക്കുന്ന ഒരു ചലഞ്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. തീർക്കാൻ പറ്റിയില്ലെങ്കിലോ 3 ചായ ഒറ്റയടിക്കാൻ കുടിക്കുവാണല്ലേ. ഹലോ ഗൈസ്, നമ്മളിന്ന് 20 ചായ 30 ചായയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ 30 ചായ പ്രാക്ടിക്കലല്ല, ചത്തുപോകും എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ 20 ചായ ആക്കിയിട്ടുണ്ട്. 20 ചായ നമ്മൾ ഇന്ന് കുടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 20 ചായ. അയ്യോ മതി, രാത്രിയാകുമ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയായിരിക്കും. നമ്മളിപ്പോ എറണാകുളം പോകാൻ തുടങ്ങുവാണ്. സോ നമ്മള് വരുമ്പോഴത്തേക്കും എന്തായാലും 20 ചായ കുടിക്കും ഗൈസ്. 20 ചായ. ഇപ്പോഴും തന്നെ ചായ കുടിക്കാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ചായ കുടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. കാരണം എന്തായാലും വീട്ടിൽ നിന്നൊരു ചായ കിട്ടും, പൈസ ലാഭിക്കാലോ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലത്തെ ചായ തന്നെ ആദ്യം തന്നെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം വയറെങ്ങനെയാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നിങ്ങൾക്ക് മുകളിൽ നമ്മളുടെ ചായയുടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചായയുടെ കൗണ്ട് കാണിക്കുന്നതായിരിക്കും. അതായത് ഞാനിപ്പം എത്ര ചായ കുടിച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് അവിടെ കാണിക്കുന്നതായിരിക്കും. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. ഓക്കെ, നമ്മൾ എന്തായാലും 20 എണ്ണം കംപ്ലീറ്റ് ചെയ്യുക, വേറെ കേസ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ ആദ്യത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. വീട്ടിലത്തെ ചായ ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അടുത്ത കടയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കട ചായ കുടിക്കാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഔട്ട് സൈഡിൽ വന്നിട്ട് ഒരു കടയിലൊക്കെ വന്ന് ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ചമ്മലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു ചായ ജീവിതം അത്രേ ഉള്ളൂ. ഇന്ന് ഫുള്ള് ചായ, തിരിഞ്ഞാ ചായ, നടന്നാ ചായ, വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ചായ കുടിക്കണ്ടേ, അതിന് വയറുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചായയും കുടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എനിക്ക് വയ്യ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിന് അടുത്ത സ്ഥലത്തോട്ട്. അടുത്ത നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയം പോയിട്ടാണ് എറണാകുളം പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കോട്ടയം, അതായത് കൂത്താട്ടുള്ള റൂട്ടിൽ വന്നിട്ടാണ് അടുത്ത നിർത്തുന്നത്. അങ്ങനെ ഇവിടുത്തെ ചേച്ചിയുടെ നിന്ന് ഒരു ചായയും കൂടി നമ്മൾ മേടിച്ചു. ആ ഒരു ചായ നമ്മൾ കുടിക്കാൻ തുടങ്ങുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് ഞാൻ കൂട്ടി വിടുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചായ എല്ലാം കുടിച്ച് ചേർക്കണം. നിങ്ങൾക്ക് തന്നെ ബോറടിക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. കുടിച്ച് എനിക്കോ ബോറടിച്ച്. ഞാൻ എന്തായാലും ചായ കുടിച്ച് ഇതുവരെ ബോറടിച്ചിട്ടില്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ചായ കുടിച്ച് മടുക്കണത്. അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചായയും വളരെ ഈസി ആയിട്ട് തന്നെ, ഇപ്പോഴൊക്കെ ഭയങ്കര ഈസിയാണ്, അതും ഫിനിഷ് ചെയ്തു. അങ്ങനെ 3 ചായ കുടിച്ചതിന്റെ കോൺഫിഡൻസിൽ ഞാൻ 4ാമത്തെ കടയും അന്വേഷിച്ച് പോയി ഗൈസ്. 4ാമത്തെ കടയല്ല, 3ാമത്തെ കടയാണ്. എന്തായാലും 4ാമത്തെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ എത്തി. അവിടെ വന്ന് നമ്മളൊരു പരിപ്പോടയും മേടിച്ചു, അതുപോലെ ചായയും കുടിച്ചു. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ബാംഗ്ലൂരിൽ പോലെ ആക്കണം ഗൈസ്. ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ചായയാണ് കിട്ടുന്നത്, കുഞ്ഞി ചായ 10 രൂപ കിട്ടുന്നത്. ഇവിടെ 12 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് ഇത്രയും ചായ തരേണ്ട കാര്യമുണ്ട്? എന്തോരം ചായയാണ് ഇതൊക്കെ? ആര് കുടിച്ചു തീർക്കാനാണ്? അവന്റെ ഒരു കോണച്ച കോമഡി. അനാവശ്യ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടണ്ട. എന്തായാലും നമ്മൾ ഈ ഒരു ചായയും നന്നായിട്ട് തന്നെ കുടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 ചായ ആയപ്പോഴത്തേക്ക് ഞാൻ മടുത്ത്. ഈ ചായക്ക് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാണ് കാര്യം പറഞ്ഞാൽ കുടിക്കണേ. കാരണം പെട്ടെന്ന് നമ്മൾ കുടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മടുക്കും ഗൈസ്. കാരണം വെച്ചാൽ ഒരു ഗ്യാപ്പ് എടുക്കണ്ടേ, ആ ഗ്യാപ്പ് ഇല്ലാണ്ട് കുടിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം. അതുകൊണ്ട് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഈ ചായയും കൂടി നമ്മൾ കുടിച്ച് തീർന്നിട്ടുണ്ട്. അങ്ങനെ 4ാമത്തെ ചായ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കുടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിനി 5ാമത്തെ ചായയിലോട്ടാണ് പോകുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എറണാകുളം എത്തിയിട്ടാണ് കുടിച്ചത്. കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ കുടിച്ചുകൊണ്ട് തന്നെ വയറിനൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ തളർന്ന് പിന്മാറുമെന്ന്? ഒരിക്കലുമില്ല. ഈ ചായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം എടുത്ത് കാര്യം പറഞ്ഞാൽ കുടിക്കാനായിട്ട്. ഒരു ദിവസം എത്ര ചായ എന്ന് പറഞ്ഞാൽ കുടിക്കണം? 5ാമത്തെ ചായ എത്തിയുള്ളൂ. ഈ ചായ കുടിച്ച് തീർന്നാലേ 5ാമത്തെ ആവുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് കുടിച്ച ചായ സത്യം പറഞ്ഞാൽ മധുരം ഇടാണ്ടായിരുന്നു ഞാൻ കുടിച്ചായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ മധുരം ഇട്ട് തന്നെയാണ് എടുത്തത്. കാരണം മധുരം ഇല്ലാണ്ട് കുടിക്കുമ്പോഴത്തേക്കും ഇത്രയും കൂടി നമുക്ക് ഓക്കാനും വരുന്നൊരു ഫീൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മധുരം ഇട്ട് തന്നെയാണ്. ഞാൻ എല്ലാ ചായയും മധുരം ഇട്ടാണ് കുടിക്കാൻ പോകുന്നത്. തലയ്ക്ക് അടി കിട്ടിയ പോലെ ആവുമെന്ന് എനിക്ക് തോന്നണം. അവസാനം ആകുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. വേണമെങ്കിൽ എനിക്ക് ഡിഫറൻറ്റ് ചായകളൊക്കെ പരീക്ഷിക്കായിരുന്നു കേസ്. വേണമെങ്കിൽ എനിക്ക് കട്ടൻ ചായ കുടിക്കായിരുന്നു, ഇറാൻ ചായ കുടിക്കായിരുന്നു, അങ്ങനെ പല ചായാസ് കുടിക്കായിരുന്നു. പക്ഷെ ഞാൻ നമ്മുടെ നാടൻ ചായ, ഒത്തൻറ്റിക് ആയിട്ടുള്ള ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഈ വീഡിയോയിൽ. അതെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലേ അതിനൊരു ഫ്ലോ കിട്ടുള്ളൂ എന്ന് എനിക്കൊരു തോന്നലങ്ങ് തോന്നി. എന്തായാലും നമ്മുടെ ഈ ഒരു ചായയും നമ്മൾ സക്സസ്ഫുള്ളി കുടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സിൽ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. സത്യം ഗൈസ്, ഞാൻ ഓരോ കടയെത്തിയപ്പോഴും നോക്കിയത് അത് തന്നെയാണ്. ചായയുടെ വലിപ്പം എന്തോരം ഉണ്ട്, ആ ചായയുടെ ഗ്ലാസ്, ഇതൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഏറ്റവും കുറച്ച് ചായ ഉള്ളെങ്കിൽ അത് കടക്കാർ തരുന്നില്ലേ, നമ്മൾ ചായ കുടിക്കാന്നല്ലേ പറഞ്ഞത്. അവന്റെ ഒരു കോണച്ച കോമഡി. അങ്ങനെ നമ്മുടെ 6ാമത്തെ ചായയും വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തെത്തിയത് വണ്ടർലയുടെ അവിടെ ആ സ്പോട്ടിലാണ്. വണ്ടർലയുടെ തൊട്ടടുത്ത്, നിങ്ങൾ വണ്ടർലയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഇരിപ്പുണ്ട്. ചായ മാത്രമല്ല പല സാധനങ്ങളുണ്ട്. ഓക്കെ, അവിടുത്തെ തന്നെ നമ്മൾ 2 ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഒരു ചായ 2 ചായ. ഇവിടെ നിന്ന് നമ്മൾ 2 ചായ
ചായ കുടിക്കുവാണെങ്കിൽ 7ഉം 8ഉം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. 10 കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഒന്ന് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും നമ്മൾ 7ാമത്തെ ചായയാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ചായയും സക്സസ്ഫുള്ളി കുടിക്കുന്നുണ്ട്. എല്ലാം മധുരം ഇട്ട് തന്നെ കുടിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഗൈസ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു ചലഞ്ചിന്. കാരണം മധുരം നമ്മുടെ തലയ്ക്ക് കയറിയിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കും. ഇപ്പോൾ ഉള്ള വെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഗൈസ്. എന്തായാലും ഈ ഒരു വെയിലത്ത് ഈ ഒരു ചായ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പാടുണ്ടെന്ന്. എൻ്റെ വയർ ഇപ്പം തന്നെ നിറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചായ കുടിക്കുക, എന്നിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക, അപ്പോൾ ഇത്തിരി സ്പേസ് വരും, വീണ്ടും ഒരു 2 ചായ കുടിക്കുക, അങ്ങനെ 2 ചായ വെച്ച് നമ്മൾ എങ്ങനെയായിട്ട് 20 കംപ്ലീറ്റ് ചെയ്തിരിക്കും ഗൈസ്. ഉറപ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് സത്യം പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചായ കൂടി വണ്ടി ഓടിര് അതൊക്കെ പോട്ടെ ഗൈസ്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അതിന് നോട്ടിഫിക്കേഷൻ പോകണില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ വല്ല പ്രശ്നമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഓളായിട്ടും കൂടി സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊട്ട് എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത പ്രോബ്ലം എന്നോട് കുറച്ച് പേര് പറഞ്ഞു. എന്തായാലും നമ്മൾ അങ്ങനെ 7ാമത്തെ ചായയും കൂടി കുടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 8ാമത്തെ ചായയും കൂടി വാങ്ങിയിട്ടുണ്ട് ഗീസ്. എന്ത് ഗതികേടാന്നല്ലേ ചോണേ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഒരു ചായയും കൂടി കുടിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം സ്പീഡാക്കാവുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കൂടി സ്പീഡാക്കിയേനെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കുടിക്കണത് കാണിക്കുള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതുമാണ്. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ സംശയം തോന്നുന്നു ഇത്രയും കുടിച്ചു എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഒരു എലമെൻറ്റ്സ് പോലും കളയാണ്ട് നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണത്. ഈ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വണ്ടർലയിലും കൂടി കയറാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. അല്ല, ഇനിയിപ്പോൾ കയറിയാലും ചിലപ്പോൾ പണി കിട്ടും, അത് വേറെ കേസ്. എന്തായാലും ഇത്രയും ചായ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വയ്യാത്തൊരു സെറ്റപ്പായി. കാരണം വെച്ചാൽ ഞാൻ രാവിലെ കഴിച്ച ഫുഡേ ഉള്ളൂ, പിന്നെ ഞാൻ ചായ കൂടി മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. സോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ചായയുടെ ചലഞ്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. കാരണം എന്തായാലും നമ്മൾ തുടങ്ങിപ്പോയി. എന്തായാലും ഒരു പ്രോപ്പറായിട്ടുള്ള ടൈമിലല്ല തുടങ്ങിയത്. വേണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ തുടങ്ങിയതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈമൊക്കെ എടുത്ത് നമ്മൾ ആലോചിച്ച് പറക്കി അങ്ങനെയൊക്കെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും അത് നമ്മൾ ചെയ്തില്ല, നമ്മളിങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ 8ാമത്തെ ചായ നമ്മൾ അങ്ങനെ കുടിച്ച് തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കുടിച്ച് തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ലാസ്റ്റ് സിപ്പോടെ നമ്മൾ ആ ഒരു ചായ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് നമ്മൾ തൃപ്പൂണിത്തറയിലാണ് വന്നത്. തൃപ്പൂണിത്തറയിലെ കുറച്ച് മാറിയുള്ളൊരു ചെറിയൊരു ബേക്കറി പോലെ സെറ്റപ്പിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് 2 ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു 1 മണിക്കൂർ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ് ഇത് ഈ ഒരു 2 കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 കംപ്ലീറ്റ് ചെയ്യുവാണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിലായതുകൊണ്ട് തന്നെ നല്ല പാടുണ്ട് കുടിക്കാൻ. ഈ ഒരു വെയിലത്ത് ഈ ഒരു ചലഞ്ച് എടുത്തതിന് പിച്ചെന്നല്ലാണ്ട് ഒന്നും തന്നെ പറയാനില്ല. ബെസ്റ്റ്. ഇപ്പൊ സമയം നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും മടുത്തിരിക്കുകയാണ് കേസ്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകും. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും കാണത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. നമുക്ക് ഓക്കാനിക്കാൻ വരികയാണോ, അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം വരുവാണോ, ഇങ്ങനെയുള്ള ചലഞ്ചൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു വിഷയം ഇതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കരധികം കൂടുതലാണ്. പക്ഷെ നമ്മൾ അതൊന്നും കണക്കിലാക്കാണ്ടാണ് കേസ് ഇമാതിരി പരിപാടി കാണിക്കുന്നത്. എന്തായാലും 9ാമത്തെ നമ്മൾ കുടിച്ച് തീർന്നിട്ടുണ്ട്. നമ്മൾ 10ാമത്തെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ എന്തായാലും അത്ര സിമ്പിളായിട്ടല്ലെങ്കിലും ഇത് ഞാൻ എന്തായാലും കുടിച്ച് തീർക്കും. എന്തായാലും ഞാൻ വലിയൊരു ചായപ്രേമി ഒന്നുമല്ല. ഇനിയിപ്പോൾ ആണെങ്കിൽ കൂടി ഞാൻ ഇതോടെ അത് വെറുത്തു പോയിട്ടുണ്ടാവും. എനിക്ക് ചായയൊക്കെ റിവ്യൂ ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 3 ചായ കഴിഞ്ഞ പിന്നെ ഏതാ നല്ല ചായ ഏതാ കൊള്ളിയല്ലാത്ത ചായ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. മൊത്തത്തിലൊരു പാലിൻ്റെ ഒരു ചൊവ്വയായിരുന്നു നാക്കിൽ. ഫുള്ളായിട്ടൊരു ചായമയം, ഒരു ചായ ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 10 ചായ കുടിച്ച് തീർക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ 10 ചായ ഈ സിപ്പിലൂടെ നമ്മൾ എന്തായാലും കുടിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ 10 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ 11ാമത്തെ ചായ കുടിക്കാൻ വേണ്ടി യാത്ര തുടരുകയാണ്. ഈ കടയിലാണെങ്കിൽ നമ്മൾ മഴ വന്നപ്പോൾ കയറിയതാണ്. നമ്മൾ അതുകൊണ്ട് ഇവിടെ ചായ ഇല്ലായിരുന്നു. അവർ ചായ നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി 2 കൊണ്ട് തന്നേക്കുവാണ്. എന്തായാലും ഈ 2 ഞാൻ കുടിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഗ്ലാസ് എടുത്ത് ആദ്യത്തെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ 11ാമത്തെ ചായയാണ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് തീർക്കും. എന്നാലും അത്ര സിമ്പിളല്ല. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 2 ചായയും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി പാടായിരുന്നു. കാര്യം പറഞ്ഞാൽ ഒന്നും നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കില്ലല്ലോ. ഫുഡ് കഴിക്കാണ്ടിരുന്ന നമുക്ക് വിഷയം ഉണ്ടാവും. സോ അല്ല, ഫുഡ് കഴിച്ചപ്പോഴും വിഷയം ഉണ്ടായി, അത് വേറെ കേസ്. ഈ ചായ എല്ലാം വലിച്ച് കയറ്റിയിട്ട് ആ ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഇനി ചായ കുടിക്കാനുള്ള
സ്പേസും കൂടിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഗൈസ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആ ഒരു പെഡലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്തായാലും ആദ്യത്തെ ഗ്ലാസ് ചായ അങ്ങനെ നമ്മുടെ 11ാമത്തെ ഗ്ലാസ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 11 ഗ്ലാസ് എൻ്റെ പൊന്നെ മതി. അങ്ങനെ നമ്മൾ 12ാമത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യൂ. എന്തായാലും പ്രോത്സാഹനമാണ് ഈ വർത്താനം പറഞ്ഞ് ഞാൻ ആ ചായ ഗ്ലാസ് നിലത്തോട്ട് വെച്ചതേ ഓർക്കണുള്ളൂ. പിന്നെ ഇതാണ് അവിടെ സംഭവിച്ചത്. സത്യം പറഞ്ഞ് എനിക്ക് അങ്ങ് ഡിപ്രഷനായി പോയി. ഞാൻ ആ 12ാമത്തെ ചായക്ക് ഇത്രയധികം ഞാൻ കുടിച്ചിട്ട് ഇമ്മാതിരി ഒരു അവസ്ഥയാണ് കേസ് വന്നത്. ഇമ്മാതിരി ഒരു അവസ്ഥ. ആ ചായയുടെ ഇനി കുറച്ചേ ഇരിപ്പുള്ളൂ. എന്നാലും ഒരു അരഭാഗമില്ല, എന്നാലും അരഭാഗം ഉണ്ട്. ഞാൻ കുറച്ച് കുടിക്കും കൂടി ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര അങ്ങോട്ട് വിഷമമായി, ഒരു തീരാത്ത വിഷമമായി പോയി അങ്ങോട്ട്. എന്തായാലും ഞാൻ അതും കൂടി കുടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനത് ഈ ഒരു കൗണ്ടി കൂട്ടുന്നില്ല. നമ്മളിപ്പോൾ 11 തന്നെ കുടിച്ചിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ വിഷമം അങ്ങ് മാറിയിട്ടില്ല. എന്തായാലും നമ്മൾ അടുത്ത കട തപ്പി ഇറങ്ങിയേക്കാണ്. നമ്മൾ അടുത്ത കടയിൽ വന്നിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ 12ാമത്തെ ചായ എങ്ങനെയും കുടിച്ച് കംപ്ലീറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര വിഷമമായി ആ ഒരു ചായ പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ ഒരു 12 രൂപയുടെ ചായ, പക്ഷേ ഇത് നമ്മൾ എത്രാമത്തെ ചായ ഇത് എനിക്കങ്ങോട്ട് പറ്റണില്ല. അത് ആലോചിച്ചിട്ട് ഞാനങ്ങ് ഇല്ലാണ്ടായി. എന്തായാലും 12ാമത്തെ ചായ നമ്മൾ പിന്നെയും കുടിക്കുന്നുണ്ട് കേസ്. ഞാൻ മടുത്ത്, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചാണ്. 12ാമത്തെ ചായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 13ാമത്തെ ചായയാണ്. അങ്ങനെ നമുക്ക് ഇനി വെറും 2 സിപ്പും കൂടി എങ്ങാണ്ട് ഉള്ളു കേസ്. നമ്മളെന്തായാലും ആ 3 ഓക്കെ, ആ 3 സിപ്പ് അടിച്ച് നമ്മൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത കടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 13ാമത്തത്. എന്തായാലും സമയം ഏതാണ്ട് ഇരുട്ടിയുണ്ട്. ഞാനിപ്പം 2 കടയിൽ അപ്പുറമൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഒന്നും ചായ ഇല്ലെന്നാണ് പറഞ്ഞത്. അതായത് ചായ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെയുള്ള തട്ടുകടയിലൊക്കെ കാണുമായിരിക്കും. അപ്പം ഞാൻ വരുന്ന വഴിക്ക് എന്തായാലും 2-3 തട്ടുകടയിലായിട്ട് കയറി ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ കുറച്ചിടത്ത് ഇല്ലായിരുന്നു. എന്തായാലും നമ്മൾ 13ാമത്തെ ചായയും സക്സസ്ഫുള്ളി നമ്മൾ കുടിച്ചു ചേർക്കുന്നുണ്ട്. പിന്നെ ചായയൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കുടിക്കുന്നത്. ഇനി എങ്ങാനും ഇനി ഗ്ലാസ് എങ്ങാനും തട്ടി താഴെ പോയി ഇനി അതിൻ്റെ പൈസ കൊടുക്കണ്ടോന്നാ. ചേട്ടാ ഒരു ചായ കൂടെ എടുത്തോളെ. ഒരു ചായ എടുത്തോളെ. ഇത് രാത്രിയാണ് ഓപ്പൺ ആണ്? രാവിലെ അടയ്ക്കണ സമയം. ഞാൻ ഒരു 20 ചായ ഒറ്റ ദിവസത്തിനുള്ളിൽ കുടിക്കുന്ന ഒരു ചലഞ്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. സ്ഥലം ഇടുക്കി. ഇനി അവിടം വരെ പോണം, തൊഴിൽ വരെ പോണം. രാവിലെ എറണാകുളം വരെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ ചേട്ടൻ തമിഴാണോ? ആ, ഓ. അവിടെ താമസിക്കും ഇവിടെ തന്നെയാണോ? ഓ, ശരി. എത്ര ആളാ ഇവിടെ വന്നിട്ട്? 12 വർഷമോ? ഇവിടെ തന്നെ. 15 ആയി എങ്ങണ്ടായി. ഇനി 5 കൂടി കുടിക്കണം. ആ, ഇതിലെ പോവും. ആ വഴി പോവും. ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ടിനെ കൊണ്ടുവിട്ടിട്ട് അങ്ങനെ. അപ്പം നമ്മൾ 14ാമത്തെ ചായയാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് കൂടാണ്ട് ഒരു ചായയും കൂടി ഇവിടുന്ന് കുടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് തീരെയല്ല, ഇനി കടയൊക്കെ കുറവായിരിക്കും. അപ്പം നമ്മൾ അടുത്ത ചായ കൂടി പറയാൻ പോവാണ്. തീർക്കാൻ പറ്റിയില്ലെങ്കിലോ 3 ചായ ഒറ്റയടിക്കാൻ കുടിക്കുവാണല്ലേ. അങ്ങോട്ട് പോകുമ്പോ കിട്ടും. അതിനുവെച്ചാൽ ഞാനിപ്പോ 2 കട ചോദിച്ചപ്പോഴേ അവിടെ സാറിന് ചായ കൊടുക്കുന്ന സാറോ, പക്ഷെ അവിടെ ഒന്നും ചായ ഇല്ലായിരുന്നു. ആ, ഇവിടെ അടുത്ത്. ആ, അവിടെ കുറവലങ്ങാടോ. അതിനോട് പൈസ വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെ നമ്മൾ അടുത്തൊരു ചായയും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് 3ാമത്തെ ചായ, നമ്മുടെ 15ാമത്തെ ചായയാണ് നമ്മുടെ ലിസ്റ്റിലേത്. എന്തായാലും ഈ 15ാമത്തെ ചായക്ക് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കൂടിയുണ്ട്. ഈ 10ലൊക്കെ കിട്ടുന്ന ഒരു കിക്ക് ഈ 15ാമത്തെ ചായ കുടിക്കുമ്പോഴും കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത്തിരി കട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും. കാരണം 15 ചായയായി. ഓക്കെ, കിക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ശരിക്കും നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മടുക്കും. കാരണം നമ്മൾ മത്ത് പിടിക്കുക, ഈ പറഞ്ഞ പഞ്ചസാര എല്ലാം കൂടി വെച്ച്. നേരെ തൊടുപുഴ വീട്. ഇടുക്കിയല്ല, പ്രോപ്പർ ഇടുക്കിയല്ല. ഓക്കെ, ശരിയാണ്. നല്ലൊരു ചേട്ടനാണ്. നമ്മൾ പുള്ളിയോട് ബായി ഒക്കെ പറഞ്ഞ് ഇറങ്ങി. പക്ഷെ നമുക്ക് വരുന്ന വഴിക്ക് ഫുള്ള് ഓക്കാനിക്കാൻ വരുന്നൊരു ഇതായിരുന്നു. കാരണം ഇത്രയും ചായ കുടിച്ചുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓക്കാനിക്കാൻ വരുന്നുണ്ടായിരുന്നു. ആ ഒരു ലാസ്റ്റ് ഞാൻ എന്തായാലും തൊടുപുഴ വന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്നും ചായ കുടിച്ചില്ല. കാരണം 3 എണ്ണം കുടിച്ചിട്ടാണ് അവിടെ നിന്ന് വണ്ടി എടുത്തത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നൊരു ചായ പറഞ്ഞു.
എനിക്കിപ്പം എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ചൊക്കെ കുറഞ്ഞു. കാരണം വെച്ചാൽ ഇനിയും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാള് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് വാള് വെക്കേണ്ട ഒരു മനുഷ്യൻ എൻ്റെ കൂടെയില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മാത്രം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെ വല്ല കാറൊക്കെ ആണെങ്കിൽ അതിനകത്തെടുത്ത് ഇട്ടുകൊണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. കള്ള് കുടിച്ച് വാള് വെച്ച് വീട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ചായ കുടിച്ച് വാള് വെച്ചിട്ട് വീട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് വരണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം ഞാൻ എന്തായാലും ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ 16ാമത്തെ ചായയും ഫുള്ളായിട്ട് തന്നെ കുടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വല്ല ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഇനി നമ്മൾ ഹെൽത്തി പിടിക്കാം ഗൈസ്.